നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മൊബൈൽ കമ്പനി, കാർ നിർമ്മാതാക്കൾ അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനം, ഇവയെല്ലാം ഒരു പൊതു യജമാനന്റെ കീഴിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നേരിട്ട് ആർക്കും അറിയാത്ത, എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ ബ്ലാക്ക് റോക്ക് എങ്ങനെയാണ് ഈ വൻകിട കമ്പനികളെയും അതുവഴി നമ്മുടെ തിരഞ്ഞെടുപ്പുകളെയും ജീവിതത്തെയും സ്വാധീനിക്കുന്നതെന്ന് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ ലളിതമായി വിശദീകരിക്കാം. അവരുടെ സ്വാധീനം നിങ്ങൾ വിചാരിക്കുന്നതിലും എത്രത്തോളം വലുതാണെന്ന് കണ്ടുനോക്കൂ. ആരാണ് ഈ ബ്ലാക്ക് റോക്ക്? എന്തിനാണ് ഇവരെക്കുറിച്ച് നമ്മൾ ഇത്രയും പ്രാധാന്യത്തോടെ സംസാരിക്കുന്നത്? വളരെ ലളിതമായി പറഞ്ഞാൽ, നമ്മുടെയെല്ലാം ഭാവിക്കു വേണ്ടി പണം നിക്ഷേപിച്ച് വളർത്തുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയാണിത്. അവരുടെ കൈവശമുള്ള ആസ്തി കേട്ടാൽ നിങ്ങൾ ഒന്ന് ഞെട്ടിയാലും കുഴപ്പമില്ല. കാരണം ചെറിയ തുക അല്ല, 11 ട്രില്യൺ ഡോളറിലധികം. അതായത് നമ്മുടെ ഇന്ത്യയുടെയും ജർമ്മനിയുടെയും ബ്രിട്ടന്റെയും ആകെ GDP-യേക്കാൾ കൂടുതൽ. ഇത്രയും ആസ്തിയുള്ള ഒരു സ്ഥാപനത്തിന്റെ സ്വാധീനം നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. ഈ ഭീമാകാരമായ പണം ഉപയോഗിച്ച് ബ്ലാക്ക് റോക്ക് എങ്ങനെയാണ് ലോകത്തിലെ വൻകിട കമ്പനികളെയും സർക്കാരുകളെയും നമ്മുടെ ദൈനംദിന ജീവിതത്തെയും സ്വാധീനിക്കുന്നതെന്ന് നമുക്ക് വിശദമായി നോക്കാം. നിങ്ങളുടെ പണം നോക്കി നടത്തുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സ്ഥാപനം ബ്ലാക്ക് റോക്ക് എന്നത് വെറുമൊരു കമ്പനിയല്ല. വലിയ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ, സർക്കാരുകൾ, എന്തിന് സാധാരണക്കാരുടെ പെൻഷൻ ഫണ്ടുകൾ പോലും ഇവരിലൂടെയാണ് പണം നിക്ഷേപിക്കുന്നത്. ഈ ഭീമാകാരമായ പണത്തിന്റെ ഉടമ എന്ന നിലയിൽ സാമ്പത്തിക ലോകത്തെ ഏത് തീരുമാനത്തിലും ഇവർക്ക് വലിയ സ്വാധീനം ചെലുത്താൻ സാധിക്കും. അവരുടെ ഓരോ നിക്ഷേപ തീരുമാനങ്ങളും നമ്മുടെയെല്ലാം സാമ്പത്തിക ഭാവിയെയും വിപണികളുടെ വളർച്ചയെയും നേരിട്ട് ബാധിക്കുന്നതാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഐഫോൺ മുതൽ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റായ ആമസോൺ വരെ ലോകത്തെ ഭൂരിഭാഗം വലിയ കമ്പനികളുടെയും പ്രധാന ഓഹരി ഉടമകളിൽ ഒരാളാണ് ബ്ലാക്ക് റോക്ക്. ഈ ഓഹരി ശക്തി ഉപയോഗിച്ച് ഒരു കമ്പനി പുതിയ ഉൽപ്പന്നങ്ങൾ ഇറക്കുമ്പോഴും അവയുടെ വില നിശ്ചയിക്കുമ്പോഴും എന്തിന് ആ കമ്പനിയുടെ ഭാവി ദിശാബോധം തീരുമാനിക്കുമ്പോഴും ബ്ലാക്ക് റോക്കിന്റെ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട്. അവരുടെ വാക്കുകൾക്ക് ഈ കമ്പനികളുടെ തലപ്പത്ത് നിർണായക സ്വാധീനം ചെലുത്താൻ സാധിക്കും. ബ്ലാക്ക് റോക്ക്, വാൻഗാർഡ്, സ്റ്റേറ്റ് സ്ട്രീറ്റ്, ഈ 3 സ്ഥാപനങ്ങളാണ് ആഗോള സമ്പദ്വ്യവസ്ഥയുടെ യഥാർത്ഥ വലിയ 3 ശക്തികൾ. ഇവരുടെ കൈവശമുള്ള മൊത്തം ആസ്തി 24 ട്രില്യൺ ഡോളറിലധികമാണ്. ഇത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ മൊത്തം GDP-യുടെ 6 ഇരട്ടിയിലേറെ വരും. ഇതിൽ നിന്നു തന്നെ ലോകമെമ്പാടുമുള്ള ധനകാര്യ, കോർപ്പറേറ്റ് മേഖലകളിൽ ഇവർക്കുള്ള സ്വാധീനം എടുത്തു പറയേണ്ടതില്ലല്ലോ. നിശബ്ദ നിക്ഷേപം അഥവാ പാസീവ് ഇൻവെസ്റ്റിംഗ് എന്ന തന്ത്രത്തിലൂടെ വലിയ കോലാഹലങ്ങളില്ലാതെ വളരെ ഫലപ്രദമായി കോർപ്പറേറ്റ് ലോകത്തെയും സാമ്പത്തിക മേഖലയെയും ഇവർ നിയന്ത്രിക്കുന്നു. നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ടുകളിലൂടെ ഈ സ്വാധീനത്തിൽ നിങ്ങൾ അറിയാതെ ഒരു പങ്കാളിയാകുന്നു. ഇത് വെറും നിക്ഷേപം മാത്രമല്ല, ഇവർ ലോകത്തിന്റെ സാമ്പത്തിക നിയമങ്ങളെപ്പോലും സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ അടുത്ത ഭാഗം നിങ്ങളെ കൂടുതൽ അത്ഭുതപ്പെടുത്തും. ബ്ലാക്ക് റോക്ക് വികസിപ്പിച്ചെടുത്ത അലാഡിൻ എന്ന അത്യാധുനിക കമ്പ്യൂട്ടർ സിസ്റ്റം ലോകമെമ്പാടുമുള്ള 20 ട്രില്യൺ ഡോളറിലധികം വരുന്ന നിക്ഷേപങ്ങളുടെ അപകടസാധ്യതകൾ നിരീക്ഷിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു. വലിയ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും സാമ്പത്തിക തീരുമാനങ്ങളെടുക്കാൻ ഈ സൂപ്പർ ബുദ്ധിയെയാണ് ആശ്രയിക്കുന്നത്. ഇത് ആഗോള സാമ്പത്തിക നയങ്ങളിൽ പോലും സ്വാധീനം ചെലുത്തുന്നു. ബ്ലാക്ക് റോക്കിലെ മുൻനിര മാനേജ്മെന്റിൽ പ്രവർത്തിക്കുന്നവർ അമേരിക്കയുൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിലെ സുപ്രധാന സർക്കാർ സാമ്പത്തിക പദവികൾ ലഭിക്കുന്നത് ഒരു സാധാരണ പ്രവണതയാണ്. ഇത് ആഗോള സാമ്പത്തിക നയരൂപീകരണത്തിൽ ബ്ലാക്ക് റോക്കിന് നേരിട്ടുള്ള സ്വാധീനം ചെലുത്താൻ സഹായിക്കുന്നു. അമേരിക്കയിലെ ഫെഡറൽ റിസർവ്, യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് തുടങ്ങിയ ലോകത്തിലെ പ്രമുഖ സെൻട്രൽ ബാങ്കുകൾക്ക് ബ്ലാക്ക് റോക്ക് സാമ്പത്തിക ഉപദേശങ്ങൾ നൽകുന്നു. സാമ്പത്തിക പ്രതിസന്ധി വേളകളിൽ നയരൂപീകരണത്തിലും ഇവർക്ക് വലിയ പങ്കുണ്ട്. യുക്രൈനിന്റെ സാമ്പത്തിക പുനർനിർമ്മാണത്തിൽ പോലും ബ്ലാക്ക് റോക്ക് ഉപദേശം നൽകിയിട്ടുണ്ട്. ഇത് ജനങ്ങളുടെ നികുതിയെയും ജീവിതച്ചെലവിനെയും നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഈ വലിയ ശക്തി നമ്മുടെ ചിന്തകൾക്കുമപ്പുറമാണ്. പക്ഷേ അവർ എങ്ങനെയാണ് ഇതൊന്നും ആരും അറിയാതെ ചെയ്യുന്നത്? അതാണ് അടുത്ത കാര്യങ്ങൾ. കമ്പനികളുടെ ദൈനംദിന കാര്യങ്ങളിൽ ബ്ലാക്ക് റോക്ക് നേരിട്ട് ഇടപെടാറില്ലെങ്കിലും ഓഹരി പങ്കാളിത്തത്തിലൂടെയും വോട്ടവകാശത്തിലൂടെയും നയപരവും നേതൃപരവുമായ തീരുമാനങ്ങളിൽ അവർക്ക് നിർണായക സ്വാധീനം ചെലുത്താൻ കഴിയും. ഓഹരി വിപണിയിലെ ലാഭനഷ്ടങ്ങൾ പരിഗണിക്കാതെ കൈകാര്യം ചെയ്യുന്ന കോടിക്കണക്കിന് ഡോളറിൽ നിന്ന് ഫീസ് ഈടാക്കി അവർ ലാഭം ഉറപ്പാക്കുന്നു. മിക്കവർക്കും ഈ പേര് അപരിചിതമെങ്കിലും ഈ കമ്പനികളിൽ ജോലി ചെയ്യുന്ന കോടിക്കണക്കിന് ആളുകളുടെ തൊഴിലിനെയും അവരുടെ കുടുംബങ്ങളെയും നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളെയും അവയുടെ വിലയെയും വരെ ഇവർക്ക് സ്വാധീനിക്കാൻ കഴിയും. നിങ്ങളുടെ പെൻഷൻ, ലോണുകൾ, വൈദ്യുതി ബിൽ, മ്യൂച്വൽ ഫണ്ടുകൾ, നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്രാൻഡുകൾ തുടങ്ങിയ എല്ലാ ദൈനംദിന കാര്യങ്ങളിലും ഈ അദൃശ്യ ശക്തിക്ക് പങ്കുണ്ട്. ചുരുക്കത്തിൽ, ബ്ലാക്ക് റോക്ക് ലോകത്തെ ഭരിക്കുന്നത് ആരുടെയും കൺമുമ്പിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്തിട്ടല്ല. ഇൻഡയറക്റ്റ് ആയിട്ട് അവരുടെ കയ്യിലുള്ള ഓഹരികളിലൂടെയും ആധുനിക കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളിലൂടെയും സർക്കാരുകളുമായുള്ള അടുത്ത ബന്ധങ്ങളിലൂടെയും വളരെ തന്ത്രപരമായ നീക്കങ്ങളിലൂടെയുമാണ്.
ഇന്ത്യക്കാരായ നമ്മളെ സംബന്ധിച്ച് ഈ അടുത്ത കാലത്ത് ബ്ലാക്ക് റോക്ക് ഇന്ത്യൻ വിപണിയിലും ശക്തമായ സാന്നിധ്യമുറപ്പിച്ചു കഴിഞ്ഞു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. മുകേഷ് അംബാനിയുടെ സ്വന്തം റിലയൻസിന്റെ ജിയോ ഫിനാൻഷ്യൽ സർവീസസുമായി ചേർന്ന് ഇന്ത്യയിൽ ഒരു വലിയ അസറ്റ് മാനേജ്മെന്റ് കമ്പനി ആരംഭിക്കാൻ അവർ കരാറിൽ ഒപ്പിട്ടത് ഇതിന് തെളിവാണ്. ഇത് നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക മേഖലയിലും നമ്മുടെ നിക്ഷേപങ്ങളെയും ഭാവിയിൽ നമ്മൾ കാണുന്ന പല കാര്യങ്ങളെയും ബ്ലാക്ക് റോക്കിന്റെ സ്വാധീന വലയത്തിലേക്ക് കൊണ്ടുവരും. നിങ്ങൾ വിശ്വസിക്കുന്ന കമ്പനികൾ, നിങ്ങൾ പിന്തുടരുന്ന നയങ്ങൾ, നിങ്ങൾ നിക്ഷേപിക്കുന്ന പണം, മിക്കതിലും ബ്ലാക്ക് റോക്കിന് ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനമുണ്ട്. ഇത് മനസ്സിലാക്കുന്നത് നമ്മുടെ ലോകം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് തിരിച്ചറിയാൻ നിങ്ങളെ സഹായിക്കും.